ഒസാമ ബിൻ ലാദൻ ലോകം ശ്രദ്ധിക്കുന്ന ഒരു പേര് തന്നെയാണ്, ശ്രദ്ധിച്ച ഒരു പേരും തന്നെയാണ്. അദ്ദേഹത്തെ അമേരിക്ക പാകിസ്ഥാനിലെ ഒരു സ്ഥലത്ത്, പ്രധാനമായിട്ടും അത് അബട്ടാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒളിവിൽ കഴിയുമ്പോഴാണ് അമേരിക്ക അവിടെ എത്തി അദ്ദേഹത്തിനെ വധിച്ചത് എന്നാണ് നമ്മൾ കേൾക്കുന്നത്. എന്തായാലും ഒസാമ ബിൻ ലാദനെ വധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് കണക്കാക്കുന്ന ഹംസ ബിൻ ലാദനെ പിടികൂടാൻ അന്ന് ഈ അമേരിക്കൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിനെ പിന്നീട്, ഈ ഹംസ ബിൻ ലാദനെ പിന്നീട് അഫ്ഗാനിസ്ഥാനിലെ ഒരു ഖനി എന്ന പ്രദേശത്ത് വെച്ച്, അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡറിലുള്ള ഒരു പ്രദേശമാണ്, അവിടെ ഒരു ഏറ്റുമുട്ടൽ നടത്തുകയും അമേരിക്കൻ സൈന്യം ആ ഖനി എന്ന സ്ഥലത്ത് വെച്ച് ഈ ഹംസ ബിൻ ലാദനെ കൊലപ്പെടുത്തിയുമെന്നാണ് അന്ന് ട്രംപിൻ്റെ കാലഘട്ടത്തിൽ, ട്രംപ് അമേരിക്ക പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിലാണ് അത്തരം സംഭവം നമ്മൾ കണ്ടതും. ട്രംപ് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ട്രംപിൻ്റെ സൈന്യം സ്ഥിരീകരിച്ചുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തു, ഒസാമ ബിൻ ലാദൻ്റെ മകൻ ഹംസ ബിൻ ലാദനെ ഞങ്ങൾ വകവരുത്തി എന്ന് ട്രംപ് പറയുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴിതാ പുറത്തു വരുന്നു, ഹംസ ബിൻ ലാദൻ ജീവിച്ചിരിക്കുന്നുവെന്ന ചില വാർത്തകളാണ്. അത് ബ്രിട്ടീഷ് പത്രമായ ദ മിറർ എന്ന പത്രമാണ് ആ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവരങ്ങനെ ഒരു വാർത്ത സൃഷ്ടിച്ചിരിക്കുന്നത്. ആ വാർത്ത എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. അമേരിക്ക എന്തായാലും അത്തരം ആ വാർത്തയെ വളരെ കാര്യമായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ അമേരിക്ക ഇതുവരെയും അതിന്മേൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ആ വാർത്ത ശരിയാണോ, ഈ ഒസാമ ബിൻ ലാദൻ്റെ മകൻ ഹംസ ബിൻ ലാദൻ ഞങ്ങൾ വധിച്ചത് തന്നെയാണ്, അല്ല എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് വാർത്ത എത്രമാത്രം ശരിയാണ് എന്ന് ഒരു പ്രതികരണം പോലും ഇപ്പോൾ ഇതുവരെ അമേരിക്ക നടത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഈ ദ മിറർ എന്ന പത്രം, ബ്രിട്ടീഷിലെ മിറർ എന്ന പത്രം ചെയ്യുന്ന വാർത്തയിൽ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനം ഞങ്ങൾക്ക് അത് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ നിന്നും 100 മൈൽ അകലെയുള്ള ജലാലാബാദ് എന്നുള്ള സ്ഥലത്താണ് ഇയാൾ ഇപ്പോൾ ഈ ഹംസ ബിൻ ലാദൻ ജീവിച്ചിരുന്നത്. ഇപ്പോൾ അയാൾ 34 വയസ്സ് വരെ അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ട്. അന്ന് ഈ ഒസാമ ബിൻ ലാദനെ വധിക്കുമ്പോൾ അദ്ദേഹത്തിന് 30 വയസ്സിന് അടുപ്പിച്ചുള്ളൂ. ഇപ്പോൾ 2011 ഒസാമ ബിൻ ലാദനെ വധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, പാകിസ്ഥാനിലെ അബട്ടാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് 2011 ഒസാമ ബിൻ ലാദനെ വധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 34 വയസ്സുള്ള ഹംസ ബിൻ ലാദൻ ജീവിച്ചിരിക്കുന്നു എന്ന വാർത്ത ലോകത്തിലെ ഒരു വലിയ വാർത്തയായിട്ട് മാറുന്നുണ്ട്. അത് ഈ മിറർ എന്ന പത്രം ശരിയായി അവർ പറയുന്നത് ഞങ്ങൾക്കൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ്. എത്രമാത്രം ശരിയാണെന്നറിയില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഈ ഒസാമ ബിൻ ലാദൻ്റെ മകൻ ഹംസ ബിൻ ലാദൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ സഹോദരനായ അബ്ദുള്ള ബിൻ ലാദനും കൂടെ ഉണ്ട് അയാളെ സഹായിക്കാൻ. അങ്ങനെ ലാദൻ്റെ അൽ ഖ്വയ്ദ എന്ന് പറയുന്ന ആ ഭീകര സംഘടനയെ പുനരുജ്ജീവിപ്പിക്കാനും അതിനെ ശക്തമായി വളർത്തിക്കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നു. അതിന് അഫ്ഗാനിസ്ഥാൻ ഭരണാധികാരികളുടെ പിന്തുണയുണ്ട്. അവരാണ് സംരക്ഷിച്ച് നിർത്തുന്നതെന്നും, കുറച്ചു കാലം ഇവർ ഇറാനിലായിരുന്നു, ഈ ഹംസ ബിൻ ലാദൻ ഇറാനിലായിരുന്നു. കാരണം അമേരിക്കയുടെ CIA കണ്ണുകൾ എത്താത്ത തരത്തിൽ വളരെ ഒളിപ്പിച്ചാണ് അവരെ കൊണ്ട് ഇരുത്തിയിരുന്നതെന്നൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ജലാലാബാദ്, കാബൂളിൽ നിന്നും ഏകദേശം 100 മൈൽ അകലെയുള്ള ജലാലാബാദിൽ ഇപ്പോൾ ഇവരുണ്ടെന്നും അവർ അൽ ഖ്വയ്ദയെ സജീവമാക്കി കൊണ്ടുവരുന്നതും അതിനെ പുനരുജ്ജീവിപ്പിച്ച് ശക്തമാക്കി ഒരു ടീമാക്കി കൊണ്ടുവരികയാണെന്നും ലോകത്തിന് അത് ഇനി ഒരു തലവേദന. കാരണം ഈ ഒസാമ ബിൻ ലാദനെ നമ്മൾ നേരത്തെ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനു മുമ്പ് ഒസാമ ബിൻ ലാദൻ്റെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളും മത സ്ഥാപനം രാജ്യം ലോകം മുഴുവനും ഈ മതം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഒസാമ ബിൻ ലാദൻ. അദ്ദേഹത്തിൻ്റെ ഈ വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് വിമാനം ഇടിച്ചു കയറ്റി ആ ട്രേഡ് സെന്ററിനെ തകർത്തുകൊണ്ട് അമേരിക്കയെയും അതോടൊപ്പം ലോകത്തെയും ഞെട്ടിച്ചപ്പോഴാണ് ഈ ഒസാമ ബിൻ ലാദൻ ആര് എന്ന് ലോകം അപ്പോഴാണ് അറിയുന്നത്. അതിനു മുമ്പ് അത്യാവശ്യം വായിക്കുകയും പത്രങ്ങൾ നോക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് മാത്രമായിരുന്നു ഈ ഒസാമ ബിൻ ലാദൻ ആരെന്നുള്ളത്. ഈ ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ടതോടെ ഈ ഒസാമ ബിൻ ലാദൻ ആരാണെന്ന് ലോകം ചർച്ച ചെയ്യാൻ തുടങ്ങി, അറിയാൻ തുടങ്ങി. അങ്ങനെ അയാളുടെ കുടുംബത്തെ തന്നെ വകവരുത്താനാണ് പിന്നീട് അമേരിക്ക ശ്രമിക്കുന്നത്. കാരണം അമേരിക്ക വലിയ തകർപ്പന്മാരാണെന്ന് പറഞ്ഞിട്ട് അമേരിക്ക ഞെട്ടിപ്പോയത്, തരിച്ചു പോയതാണ് ഈ ട്രേഡ് സെന്റർ ആക്രമണം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഹംസ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അമേരിക്ക ഇനി എന്തായിരിക്കും ഇതിന്മേൽ പ്രതികരിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.